നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രചാരണ ചൂട്. KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ട് CPM അടിച്ചുമാറ്റിയെന്ന് കോൺഗ്രസ് നേതാവ് CA ഗോപപ്രതാപൻ ആരോപിച്ചു. ഇക്കാര്യം അറിയിച്ച് KP വത്സലന്റെ മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചുവെന്നും ഗോപപ്രതാപൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിലാണ് ഗോപപ്രതാപൻ ആരോപണമുന്നയിച്ചത്. 75 ലക്ഷം രൂപ പിരിച്ചു, 35 ലക്ഷം മാത്രമാണ് കുടുംബത്തിന് നൽകിയത്. 40 ലക്ഷം രൂപ പാർട്ടി അടിച്ചുമാറ്റി. തന്റെ അച്ഛന്റെ പാർട്ടി ചതിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ സമീപിച്ചതെന്ന് അദ്ദേഹം ആരോപണമുന്നയിച്ചു. ഈ കഴിഞ്ഞ 18-20 കൊല്ലത്തെ ആ നിക്ഷേപത്തിന്റെ പലിശയായിട്ടാണ് ബാക്കിയുള്ള ഈ 55-60 ലക്ഷം വരുന്നത്. ആ 60 ലക്ഷം രൂപയാണ് ഈ പയ്യന് നഷ്ടപ്പെട്ടത്. ആ പണം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് CPM-നോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ CPM സഹായിക്കില്ല എന്ന് പറഞ്ഞ് നിരാശനായപ്പോഴാണ് നിരഞ്ജൻ UDF-നെ സഹായിച്ചത്. UDF നിരഞ്ജനെ സഹായിക്കാൻ തയ്യാറായപ്പോഴാണ് നിരഞ്ജനെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും CPM-ന്റെ പാളയത്തിലേക്ക് കൊണ്ടുപോയി CH റഷീദിനെതിരെ ഈ വ്യാജ കുപ്രചരണം നടത്തുന്നത്. കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എരുമപ്പെട്ടി ടൗണിൽ പര്യടനം നടത്തി. കിഴക്കേങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് ജംഗ്ഷനിലെത്തി പിന്നീട് സ്കൂൾ പരിസരത്ത് സമാപിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വഴിയാത്രക്കാരോടും വോട്ടഭ്യർത്ഥന നടത്തി. LDF പഞ്ചായത്ത് ചെയർമാൻ TK മനോജ്, കൺവീനർ S ബസന്തലാൽ, NCP ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ്, ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. പനന്തറയിൽ നിന്നും തുടങ്ങിയ റൂട്ട് മാർച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു. കമാൻഡർ ത്രിഭുവൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന റൂട്ട് മാർച്ചിൽ 40-ൽ പരം കേന്ദ്ര സായുധ സേനാംഗങ്ങൾ പങ്കെടുത്തു. വടക്കേക്കാട് SHO PP ജസ്റ്റിൻ, സബ് ഇൻസ്പെക്ടർ പ്രമോദ് എന്നിവരും 15ഓളം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചുകൾ നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് അറിയിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒന്നിച്ച് വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശം. റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഏപ്രിൽ 4 മുതൽ വിതരണം ആരംഭിക്കും. 3 മാസത്തെ വിഹിതം ഒരുമിച്ച് നൽകാനായിരുന്നു കേന്ദ്ര നിർദ്ദേശമെങ്കിലും റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി കണക്കിലെടുത്താണ് 2 മാസമായി ചുരുക്കിയത്. ഏപ്രിൽ വിഹിതത്തോടൊപ്പം മെയ് വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാം. ജൂണിലെ വിഹിതം സ്റ്റോക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നേരത്തെ വിതരണം ചെയ്യുന്നത് പരിഗണനയിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ധന ലഭ്യത കുറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായാണ് സർക്കാർ നടപടി. മഞ്ഞക്കാടിന് ഏപ്രിൽ മെയ് മാസങ്ങളിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. നീല കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായി 5 കിലോ അരി കിലോയ്ക്ക് 10.90 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാടിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 10 കിലോ അരി കിലോയ്ക്ക് 10.90 രൂപ നിരക്കിൽ ലഭിക്കും. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, തിരുനാൾ ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് കൺവീനർ CT ജെയിംസ്, നിലപ്പന്തൽ കൺവീനർ KS ഷെൽബിൻ, ജോയിന്റ് കൺവീനർ PJ റിജോ, കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ,
MJ ജോഷി, CT സ്പാർട്ടക്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിനു പുറമെ മറ്റം സെന്ററിൽ ഇടവക സെമിത്തേരിക്ക് മുൻവശത്തും ദീപാലങ്കാര പന്തൽ തിരുനാളിന്റെ ഭാഗമായി സജ്ജമാക്കും. ഏപ്രിൽ 17, 18, 19, 20 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി CPM പ്രവർത്തകൻ മാതൃകയായി. ചമനൂർ ലക്ഷം വീട് ഉന്നതി പരിസരത്ത് താമസിക്കുന്ന സിൽനി ബാലകൃഷ്ണന്റെ മകളുടെ അരപ്പവൻ തൂക്കമുള്ള കൈച്ചെയിൻ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടിരുന്നു. ബുധനാഴ്ച LDFന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം വീടുകയറിയുള്ള പ്രവർത്തനത്തിനിടെ CPM പ്രവർത്തകനായ സജീവിന്റെ ഭാര്യ ഷീജ, പ്രേമ ജയപാലൻ എന്നിവർക്കാണ് സ്വർണം വഴിയിൽ നിന്നും ലഭിച്ചത്. പിന്നീട് ഷീജ സജീവിനെ ഏൽപ്പിച്ചു. സജീവ് ലക്ഷം വീടിന്റെ പരിസരങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഉടമയായ സിനിയെ കണ്ടെത്തി. രാജൻ മാസ്റ്റർ, അലി, പുരുഷോത്തമൻ, മുസ്തഫ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണം കൈമാറി. തൊടിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക പള്ളിയിൽ നടന്ന ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ശുശ്രൂഷകൾ വൈകിട്ട് കബറടക്ക ശുശ്രൂഷയോടെ സമാപിച്ചു. കർത്താവിന്റെ ഗാഗുൽത്തായിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ച് പള്ളിക്കകത്ത് പ്രത്യേകം പ്രദക്ഷിണവും നടത്തി. തുടർന്ന് വിശ്വാസികൾക്കായി കഞ്ഞി നേർച്ചയുമുണ്ടായിരുന്നു. ഡീക്കൻ ഔഗേൻ മാങ്ങൻ, ഡീക്കൻ ജൊഹാൻ പനക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പിള്ളി, സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റഫീസൺ ബാബു എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റുപുറം ദേവാലയത്തിൽ പീഡാനുഭവ സ്മരണകൾ പുതുക്കിക്കൊണ്ട് തിരുകർമ്മങ്ങളും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് യേശുവിന്റെ മൃതശരീര രൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ പദയാത്രയുമുണ്ടായിരുന്നു. ബ്രദർ പ്രിൻസ് കിളിയം പ്രായിൽ അനുസ്മരണ സന്ദേശം നൽകി. പദയാത്രയ്ക്ക് ട്രസ്റ്റിമാരായ CV ജേക്കബ്, CA ബോസ്, MR ഷൈജി, കേന്ദ്രസമിതി കൺവീനർ PA ആൻഡോ, ഇടവക സെക്രട്ടറി KJ ജിജോ, യൂണിറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദുഃഖവെള്ളി ആചരിച്ചു. ക്രിസ്തു കടന്നുപോയ പീഠാനുഭവം മനസ്സിലേറ്റി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. രാവിലെ വിശുദ്ധ കുർബാനയും പീഠാനുഭവ ചരിത്രവായനയും വിശുദ്ധ കുരിശിന്റെ ചുംബനവും നടന്നു. ഉച്ചതിരിഞ്ഞ് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പിള്ളിയുടെയും കൈക്കാരന്മാരായ VL ജോർജ്, തേർമഠം ജോഷി, റിൻഡോ PF, അനുജിത് CJ എന്നിവരുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,10,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചർമ്മം കാണിപ്പയ്യൂർ ബ്ലോക്ക് റോഡിൽ കാർത്തുള്ളിൽ പരേതനായ ശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.